തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന ഗ്രാമത്തിലെ പ്രമുഖ തറവാട്ടുകാരായ കാനാടിമഠം തറവാട്ടിലെ മുൻ തലമുറക്കാർ വടക്കുദിക്കിൽ നിന്നും സരസ്വതി, ലക്ഷ്മി, ദുർഗ സംയുക്തമായ ധർമ്മദേവതയുമായി വന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദേവസ്വം വക കൊച്ചി രാജകുടുംബമായ ചാഴൂർ കോവിലകത്തിന്റെ അധീനതയിലുള്ള പുണ്യഭൂമിയിലാണ് ഗൃഹസ്ഥാശ്രമം നിർമ്മിച്ച് താമസം ആരംഭിച്ചതെന്ന് ഇവിടത്തെ ചരിത്ര താളിയോലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂതക്കുളവും ഭൂതപ്പാറയും അരിവിളയുന്ന കണ്ണെത്താത്ത പാടനിലങ്ങളും തുടങ്ങി ഭൂമിശാസ്ത്രപരമായ അനവധി സവിശേഷതകൾ ഈ പുണ്യനിധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്ര കഥകളിൽ ഈ പുണ്യഭൂമി ഭൂതത്താന്മാരുടെ വിളയാട്ട ഭൂമിയായിരുന്നുവെന്നും ഭൂതത്താന്മാർ അരിയിടിച്ചിരുന്ന ഭൂതപ്പാറയിലെ ഉരലും ഭൂതക്കുളത്തിലെ 5 കുഴികളും 5 രത്നങ്ങൾക്ക് കാവലിരിക്കുന്ന ഭൂതത്താന്മാരെ കുറിച്ചും ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ സ്വർണം പായയിലിട്ട് ചിക്കിയിരുന്ന സൽഭൂതത്താന്മാരെ കുറിച്ച് ഇവിടത്തെ പഴമക്കാർക്ക് ആയിരം പഴങ്കഥകൾ പറയുവാനുണ്ട്. പണ്ടുകാലത്ത് ഇവിടെ തെക്കുമാറി അധിവസിച്ചിരുന്ന പറയ പുലയ ഊരുകൾ ഉണ്ടായിരുന്നു അത്രേ. സ്വർണം ചിക്കുന്ന ഭൂതത്താനെ ഏന് വേളിക്കണിയുവാൻ പൊന്നു വേണം, നാളെ തിരിച്ചു തന്നിടാം എന്ന് കന്യകമാർ ഭൂതക്കുളത്തിന്റെ കരയിൽ വെറ്റിലയും അടക്കയും ദക്ഷിണയായി വച്ച് കണ്ണടച്ച് ഉറക്കെ ചൊല്ലിയാൽ അല്പനേരം കഴിഞ്ഞ് കണ്ണു തുറന്നാൽ വേളിക്കുള്ള മാലയും കമ്മലും വളകളും വെറ്റിലയിൽ ഉണ്ടാകുമെന്ന് തുടങ്ങി അതിശയോക്തി കലർന്ന അനേകം കഥകൾ പഴമക്കാർ ഈ പ്രദേശത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞു വരുന്നു. ഒരേക്കറിൽ കവിഞ്ഞ വിസ്താരമുള്ള ഭൂതക്കുളം കാനാടിമഠം ക്ഷേത്രത്തിന്റെ കന്നിമൂലയിലും കല്ലേത്തറ എന്ന ഭൂതപ്പാറ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തും ഇന്നും ചരിത്ര സത്യമായി നിലകൊള്ളുന്നു. എന്നാൽ ഈ പ്രദേശം വാസയോഗ്യമായത് 12-ാം നൂറ്റാണ്ടിൽ കാനാടിമഠം തറവാട്ടുകാരുടെ ആഗമനത്തോടെയാണെന്ന് ചരിത്രരേഖകൾ പറയുന്നു. കളരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രഗത്ഭരായിരുന്ന കാനാടിമഠം തറവാട്ടിലെ കാർണവന്മാർ കാളി സേവകരും ശാക്തേയ കർമ്മങ്ങളിൽ വ്യാപൃതരായിരുന്നു എങ്കിലും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ പ്രമുഖമായ തൃപ്രയാർ തേവരുടെ ഇഷ്ടഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായിരുന്ന ബ്ലാഹിയിൽ തറവാട്ടുകാരുമായി ഉറ്റ സൗഹൃദം പുലർത്തി പോന്നു വന്നിരുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ബ്ലാഹിയിൽ തറവാട്ടുകാരെ ബാധിച്ച തൃപ്രയാർ ചാത്തന്റെ അതിശക്തമായ ബാധദോഷത്തെ കാനാടിമഠം തറവാട് ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഇന്നും ആ ദിവ്യശക്തിക്ക് കാനാടിമഠം തറവാട് ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ തൃപ്രയാർ ചാത്തൻ എന്ന നാമത്തിൽ ശാക്തേയ പൂജകൾ നടത്തിവരുന്നു. 5000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ദേവമേളമായ ആറാട്ടുപുഴ പൂരം പറയെടുപ്പിന് തൃപ്രയാർ തേവർ എഴുന്നള്ളി വരുന്ന ഏക വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രമാണ് കാനാടിമഠം തറവാട് ക്ഷേത്രം. കാനാടിമഠം തറവാട് ക്ഷേത്രത്തിൽ കോന്നാചാര്യർ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വർഷം തോറും മിഥുനമാസം 24, 25 തീയതികളിൽ പാട്ടുത്സവം നടത്തുന്നത്. തുടർന്ന് മണ്ഡലകാലത്തിന് മുൻപായി തുലാമാസം 24, 25 തീയതികളിൽ രണ്ടാമത്തെ പാട്ടുത്സവം നടത്തിവരുന്നു.
രണ്ട് പാട്ടുത്സവങ്ങൾക്കും ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടൊപ്പം ഗുരുകാരണവന്മാർക്കുള്ള കളങ്ങളും ഭഗവാനുള്ള രൂപക്കളവും പ്രത്യേക ഗുരുതി പൂജയും നടത്താറുണ്ട്. കാനാടിമഠം തറവാട് വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ തിറവെള്ളാട്ട് മഹോത്സവം എല്ലാ വർഷവും കുംഭം 1-2 തീയതികളിൽ നടത്തിവരുന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും നാടൻ കലാരൂപങ്ങളും ഇതോടൊപ്പം അരങ്ങേറി വരുന്നു. തിറവെള്ളാട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി വരുന്ന ഭഗവാന്റെ വിഗ്രഹം രഥത്തിലേറ്റി ക്ഷേത്രാങ്കണത്തിലുള്ള അരയാലിന് സമീപം എത്തുമ്പോൾ 300-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ആൽത്തറമേളം അരങ്ങേറുന്നു. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിനെ 3 പ്രദക്ഷിണം വയ്ക്കുന്നു. തദവസരത്തിൽ ആയിരങ്ങൾ കാണിക്കയർപ്പിച്ച് ഭഗവാനെ തൊഴുത് സായുജ്യമടങ്ങുന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അനേക ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. പിറ്റേന്ന് നടക്കുന്ന വിശേഷാൽ കുരുതിയും രൂപകളത്തിൽ പാദസ്പർശവും ഏൽപ്പിക്കുന്നതും പ്രസാദം വാങ്ങിക്കുന്നതും സർവ ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കും സമസ്ത ദോഷമുക്തിക്കും സഹായകമാണ്. അന്ന് വൈകിട്ട് മലനായാടിക്കുള്ള പ്രത്യേക കളവും പൂജയും നൃത്തവും ഉണ്ടാകും. ഇതോടെ തിറവെള്ളാട്ട് മഹോത്സവത്തിന് പരിസമാപ്തിയായി. ഭക്തജനങ്ങൾക്ക് സങ്കടമുണർത്തിക്കാനുള്ള ഭഗവാൻ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ ദർശനം എല്ലാ ദിവസവും ഉച്ചയ്ക്കുണ്ടായിരിക്കുന്നതാണ്. ദർശന സമയത്ത് അനേകം ഭക്തജനങ്ങൾ സമസ്ത ദോഷ ദുരന്തങ്ങൾക്കും ശാശ്വത പരിഹാരത്തിനും ഉത്തിഷ്ഠ കാര്യസിദ്ധിക്കും ശാക്തേയ രക്ഷകൾ സ്വീകരിച്ചു പോരുന്നു. കാനാടിമഠം തറവാടിന്റെ ദൃശ്യം മുഖ്യമായും ആലും ആൽത്തറയും കാഴ്ചമണ്ഡപവും ചേർന്നതാണ്. പവിത്രമായ ശ്രീകോവിലിന് സമീപം കരിങ്കാളി, ഭുവനേശ്വരി, ബ്രഹ്മരക്ഷസ്, മഹാവിഷ്ണു, ഗണപതി, വനദുർഗ തുടങ്ങിയ ഉപദേവതകൾക്ക് പ്രത്യേക സ്ഥാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആവാഹിച്ചു കൊണ്ടുവന്ന ചാത്തൻ സ്വാമിയുടെ ചൈതന്യം തൃപ്രയാർ ചാത്തൻ എന്ന നാമത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തൃപ്രയാർ ചാത്തൻ സ്വാമിക്ക് നിവേദ്യമർപ്പിച്ച് പ്രത്യേക പൂജയുമുണ്ട്. പരിവർത്തന ശക്തിയുടെ വൻതിരകൾ പുറപ്പെടുന്ന ഇവിടം ഐതിഹ്യ സങ്കല്പങ്ങളാൽ സമൃദ്ധമാണ്.